സമ്മറിൽ നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഐൽ ഓഫ് വൈറ്റ്. സതാംപ്ടൺ, പോർട്സ്മൗത്ത്, ലിമിംഗ്ടൺ എന്നിവിടങ്ങളിൽ നിന്ന് ഫെറിയും ഹോവർക്രാഫ്റ്റ് സർവീസുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ചാനലിലെ ഒരു ഐലൻഡാണ് ഐൽ ഓഫ് വൈറ്റ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലിടുക്കാണ് ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ആർദി, സാഹയും മിഹിർസനയൊക്കെയാണ് ഓർമ്മ വന്നത്. ദിനോസർ ഐലൻഡ് എന്നൊരു പേര് കൂടിയുണ്ട് ഇതിന്. കാരണം ദിനോസറുകളുടെ ഫോസിലുകളുടെ യഥേഷ്ടമായ ഉറവിടം തന്നെയാണ് ഇതിന് പ്രധാന കാരണം. നമ്മൾ ചെയർ ലിഫ്റ്റിലൂടെയാണ് അങ്ങോട്ടേക്ക് ചെന്ന് ഇറങ്ങുന്നത്. നല്ല ഭംഗിയാണ്, കാരണം നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഫുൾ ആ ദ്വീപ് മുഴുവനും കാണത്തക്ക രീതിയിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ആ കാണുന്ന മഞ്ഞ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും നമ്മൾ ചെന്നിറങ്ങുന്നത്. അതിനുശേഷം നമുക്ക് കടൽ തീരത്ത് സമയം ചെലവഴിക്കാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐലൻഡിൻ്റെ ഭൂരിഭാഗത്തും ചോക്ക് പാറകളാൽ സമ്പന്നമാണ്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾ കൊണ്ട് സമുദ്രത്തിലുണ്ടായ പരിവർത്തനങ്ങൾ, മഞ്ഞ്, മഴ, കാറ്റ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സമുദ്ര തരംഗങ്ങൾ എന്നിവയൊക്കെ കൊണ്ടാണ് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ ദ്വീപ് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ പരിണത ഫലമായിട്ടാണ് നീഡിൽസും ആലമ്പേയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കടലിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചുയർന്നു നിൽക്കുന്ന സൂചിയുടെ ആകൃതിയിലുള്ള 3 വലിയ ചോക്ക് സ്റ്റാക്കുകളാണ് നീഡിൽസ് എന്ന് പറയുന്നത്. ഇതൊരു സമുദ്രാന്തര പരിണാമം മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. ബോട്ട് റൈഡിലൂടെ നമുക്ക് നീഡിൽസിനെ അടുത്ത് കാണാൻ സാധിക്കും. ഒരു ലൈറ്റ് ഹൗസ് കൂടിയുണ്ട് അവിടെ. മനോഹരമായ നിറങ്ങളുള്ള മണലുകളെ സമ്പന്നമാണ് ആലമ്പെ. ബീച്ച് കണ്ടാൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഭാഗത്ത് ഇറക്കത്തില്ല, പകരം നമ്മൾ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയാണ് കടലിൽ ഇറങ്ങിയത്. നല്ല തണുപ്പായിരുന്നു. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടങ്ങളിലെ ബീച്ചുകളിൽ ഡ്രസ്സ് മാറാനുള്ള പ്രത്യേക സൗകര്യങ്ങളോ മുറികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോർട്ടബിൾ ടെൻറ്റ് വാങ്ങിയിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു.